നന്നായി വായിക്കുന്ന ആൾക്കാർക്കാണ് നന്നായിട്ട് എഴുതാനും കഴിയുക. നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ചെറിയൊരു മോട്ടിവേഷൻ കൊടുത്തു. അതായത് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള ആശയങ്ങളൊക്കെ എഴുതുക, അത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണെന്നുള്ളത്. അതിൻ്റെ ബേസിൽ നമ്മളെ കാലിഫിലെ കുട്ടികളിൽ കുറേ ആൾക്കാർ, ഏകദേശം എത്ര ആൾക്കാരുണ്ട്? 35 സ്റ്റുഡൻസ് സ്വന്തമായിട്ട് പുസ്തകം എഴുതി അത് ഇന്നിവിടെ ലോഞ്ച് ചെയ്യാണ്. ഒക്കെ നിങ്ങൾ എഴുതിയ പുസ്തകം തന്നെയാണോ? സത്യം പറ. യെസ്. ഓ, ഇതെന്താ, അതൊരു ഗംഭീര പുസ്തകം കണ്ടിട്ട്. ഷീ സ്റ്റേയ്ഡ്. ഇത് ഷാനിബ ഖാലിദിന്റെ പുസ്തകമാണ്. It's actually a love story from 90s. When history turned strange. ഒരു ഇന്റർനാഷണൽ പബ്ലിക്കേഷൻ ലെവലിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എല്ലാ വർക്കും വരെ ഉണ്ടോ, ലേ ഔട്ട്, അതിന്റെ എഴുത്തും മറ്റു കാര്യങ്ങളൊക്കെ വരെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹിസ്റ്ററിയിൽ ഞാൻ അൺയൂഷ്വലായിട്ട് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു ബുക്കായിട്ട് എഴുതി വെച്ചു. ഇനി മിൻഹാജ് PC-യുടെ ഒരു പുസ്തകം, അതിന്റെ ചട്ട ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ടപ്പോൾ ഒരു നമ്മളെ ഈ അറ്റോമിക് ഹാബിറ്റ്സ്, അതേപോലെ തന്നെ കുറച്ച് മോട്ടിവേഷണൽ കൈൻഡ് ഓഫ് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പാറ്റേണിലാണ് ആൾ എഴുതിയത്. ദ CEO ഓഫ് യുവർ മൈൻഡ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പം അതിൽ നമുക്ക് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കുന്ന ആൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളൊരു ടൈപ്പ് ഓഫ്. ഓ, യാസീൻ ദ മാൻ ഹു നോട്ടീസ് ലൈഫ് ടു ലേറ്റ്. ഗ്രേറ്റ്, അടിപൊളി പുസ്തകം കേട്ടോ, മാഷാഅല്ലാഹ്. ഞാൻ കാലിഫിൽ വരുന്നതിന് മുന്നേ ഐ വാസ് എ കവേർഡ്. ഞാൻ ഒന്നിലും ഇൻട്രാക്ട് ചെയ്യില്ല. കാലിഫിൽ വന്നതിന് ശേഷം എനിക്ക് കുറേ ഇവിടെ ലൈക്ക് എന്താ പറയുക, കുറേ കിട്ടാൻ ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടി. ഞാനിപ്പോൾ സ്റ്റേജിൽ കയറിയാൽ എനിക്ക് നല്ല കോൺഫിഡൻറ്റ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ മുന്നത്തെ അവസ്ഥയും ഈ അവസ്ഥയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറേ ഐഡിയാസ് ഉണ്ട് എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് എങ്ങനെ ഒരു സ്റ്റേജ് ഓൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കാൻ. നമുക്ക് നമ്മൾ തന്നെ മതിയാകുമ്പോൾ ലോകം നമ്മൾ ഒരിക്കലും തോൽപ്പിക്കാനാകില്ല എന്നുള്ളതുണ്ട്. നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആണ്. നമ്മൾക്ക് നാം തന്നെയല്ലേ, അതാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ലോകമറിയുന്ന ഒരു എഴുത്തുകാരിയായിരുന്നു. ഷെയർ ചാറ്റിൽ ഞാൻ ഇങ്ങനെ കഥകൾ എഴുതിയിടുമായിരുന്നു, അത് മലയാളം കഥകൾ. അപ്പൊ ഞാനിങ്ങനെ 100 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വായിക്കും, ലൈക്ക്, കമന്റ് ഒക്കെ. അങ്ങനത്തെ കഥകൾ, അന്ന് എഴുതിയ കഥകളുടെ ഒരു കളക്ഷനാണ്. എനിക്ക് അറിയുകയും ചെയ്യില്ല, ഞാൻ ഇങ്ങനെ റൈറ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് ജസ്റ്റ് അത് ബാക്കിയുള്ളവരും കൂടെ അറിഞ്ഞിട്ട് അതിലുള്ള ലൈക്ക് ആ ഒരു സ്റ്റോറി എന്താ പറയുക, ബാക്കിയുള്ളവരും കൂടെ അറിയണം എന്നുള്ള ഒരു സാധനം വന്നപ്പോൾ. എന്തൊക്കെയാണ് ഓരോരുത്തരുടെയും പുസ്തകങ്ങൾ എഴുതാൻ പ്രേരിപ്പിക്കുന്നത്? ലോകത്ത് ഭൂരിഭാഗം പുസ്തകങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവാം. മനസ്സിൽ ആശയങ്ങൾ തുളുമ്പി നിൽക്കുമ്പം ഇത് മനുഷ്യരോട് പ്രസൻറ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന പോലെ വീഡിയോ എടുത്ത് പറയാൻ എല്ലാവർക്കും കഴിയും, പക്ഷെ അത് എഴുതുക എന്നുള്ളത് അത് വേറെ തന്നെ ഒരു സ്കില്ലാണ്. ഇതാ 35 പുസ്തകങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ റിലീസ് ചെയ്യാണ്. കഴിഞ്ഞിട്ടില്ല, കാലിഫിൽ ഒരുപാട് ആളുകൾ ഈ മോട്ടിവേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മോർ ബുക്സ് ആർ ഓൺ ദ വേ. ഹാപ്പി